എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ രാമായണ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. 4ാം ദിവസമായ ഇന്ന് ശ്രീമതി പാർവതി നാരായണ സ്വാമിയാണ് പ്രഭാഷണം ചെയ്യുന്നത്. നാരദ രാഘവ സംവാദം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ശ്രീമതി പാർവതി നാരായണ സ്വാമി പ്രഭാഷണം നടത്തുന്നത്. ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ശ്രീമതി പാർവതി നാരായണ സ്വാമിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഹരി ഓം സർ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഹനുമതേ നമഃ. ഭക്തപ്രിയം ഭക്തസമാധിഗമ്യം ചിന്താകരം ചിന്തിതകാമധേനും സൂര്യേന്ദുകോടിദ്യുതിഭാസ്വരം തം രാമം ഭജേ രാഘവ രാമചന്ദ്രം. രാമചന്ദ്രചരിതാ കഥാമൃതം ലക്ഷ്മണാഗ്രജഗുണാനുകീർത്തനം രാഘവേശ തവ പാദസേവനം സംഭവന്തു മമ ജന്മ ജന്മനി. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഹനുമതേ നമഃ. എല്ലാ ഗുരുക്കന്മാർക്കും പാദനമസ്കാരം ചെയ്യുന്നു. ഇവിടെ കൂടിയ എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നാരദ രാഘവ സംവാദം ആണ് വിഷയം. അധ്യാത്മ രാമായണത്തിലെ 2ാമത്തെ കാണ്ഡമായ അയോധ്യ കാണ്ഡം ആരംഭിക്കുന്നത് ഈ സംവാദത്തോടു കൂടിയാണ്. ബാലകാണ്ഡത്തിൽ രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരുടെ ബാല്യകാലവും പിന്നെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷയ്ക്കായി പോകുന്നതും അതുപോലെ തന്നെ അഹല്യാമോക്ഷം പിന്നെ ഭാർഗവരാമനുമായുള്ള കൂടിക്കാഴ്ച, വീണ്ടും അയോധ്യയിലേക്ക് തിരിച്ചു വന്ന് അവിടെ അവര് സുഖമായി വസിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ബാലകാണ്ഡം അവസാനിക്കുന്നത്. പൗരുഷവും വാത്സല്യവും ഒരുപോലെ വേണം നമുക്ക് ആ ലോകരെ പരിപാലിക്കാൻ. ലോകരെ എന്നല്ല, ആരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു പൗരുഷൻ മാത്രം പോരാ. പരശുരാമന്റെ അവതാരത്തില് ആ പൗരുഷം മാത്രമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ശ്രീരാമാവതാരത്തില് ആ വാത്സല്യവും പൗരുഷവും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, മാതൃസ്നേഹം, പിതൃസ്നേഹം, സഹോദര സ്നേഹം എല്ലാം നമുക്ക് ഇത് കാണാം. ഈ രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വളരെ നല്ല കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അതിൽ ചിലത് നമുക്ക് പാടില്ല എന്നുള്ളത് പറഞ്ഞ മാതിരി തന്നെയാണ് ഉള്ളത്. നമ്മൾ ഭാഗവതത്തില് 24 ഗുരുക്കളെ പറ്റി പഠിക്കുമ്പോൾ അതിൽ നമ്മൾ അവരുടെ നിന്ന് എടുക്കാനുള്ളതും പക്ഷെ അതിൽ വേണ്ട എന്ന് പറയാവുന്ന കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഏതൊരു ഇതിഹാസം, പുരാണം, ഭാഗവതം മുതലായവ നമ്മൾ പഠിക്കുമ്പോഴും അതിൽ പഠിക്കാനുള്ളതും ഉണ്ട്, അങ്ങനെ ചെയ്യരുത് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ധാരാളമുണ്ട്. ഈ അയോധ്യാകാണ്ഡത്തില് നാരദന്റെ വരവ്, അഭിഷേക വിച്ഛിന്നം, രാമലക്ഷ്മണന്മാരുടെ കാട്ടിലേക്ക് പോകുന്നതും മറ്റുമാണ് ഈ അയോധ്യാകാണ്ഡത്തില് പറയുന്നത്. ഇതിന് അയോധ്യാകാണ്ഡം എന്ന് പറയുന്ന തന്നെ കാരണം, ഓരോ കാണ്ഡങ്ങളും അതിൻ്റെതായ പ്രത്യേക കാരണങ്ങളുണ്ട് പറയാൻ. ഇതിൽ അയോധ്യാകാണ്ഡം എന്ന് പറയാൻ കാരണം ഇതില് കൂടുതൽ സംഭവ വികാസങ്ങൾ നടക്കുന്നത് അയോധ്യയിലായതുകൊണ്ട് തന്നെയാണ്. ഈ അധ്യായത്തിന്റെ ആദ്യത്തില് ശിവപാർവതി സംവാദമാണ്. അത് തുടരുകയാണ്. പാർവതി ദേവി പറയുകയാണ്, ആ ദാമോദരന്റെ കഥകൾ കേട്ടാൽ യാതൊരുവിധ സങ്കടവും ഉണ്ടാവില്ല. സീതാദേവി പതിയായ ശ്രീരാമൻ പരശുരാമഗർവം ശമിപ്പിച്ച് പിതാവിനോടും ഗുരുശ്രേഷ്ഠന്മാരോടും ഭ്രാതാക്കളോടും കൂടി അയോധ്യയിലെത്തി സുഖമായി ജീവിച്ചു. അതിൽ കൂടുതൽ കഥയാണ് പറയുന്നത്. അപ്പൊ ഈ സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമുക്കറിയാം, സുഖം എന്നുള്ളത് മാത്രം ശാശ്വതമല്ല. അത് ഇതില് അടുത്ത രംഗത്തോടു കൂടി നമുക്ക് അതിനെ കാണാൻ കഴിയും. ആ സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞതിന്റെ
ആ പൊരുൾ എന്താണെന്നുള്ളത്. ആ സുഖം എന്നുള്ളത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ ആ പരമാനന്ദം നമുക്ക് കിട്ടുന്നില്ല. ആത്മീയത്തിലെ ആ പരമാനന്ദം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൽ അത് സാധ്യമല്ല. അവിടെ സുഖവും ദുഃഖവും മാറി മാറി തന്നെ വന്നുകൊണ്ടിരിക്കും. പാർവതി വീണ്ടും തുടരുകയാണ്. നാരായണൻ നളിനായതലോചനൻ, നാരീജന മോഹനൻ, മാധവൻ അതായത് ലക്ഷ്മീപതി, നാരദസേവ്യൻ, നളിനാസനപ്രിയൻ അതായത് ബ്രഹ്മാവിന്റെ പ്രിയൻ, നരകാസുര ശത്രു, നളിനകര ശത്രു അതായത് കാമദേവന്റെ ശത്രു, കാമദേവന്റെ ഗുരു, അങ്ങനെ നരസകൻ, അങ്ങനെയുള്ള ആ ശക്തിമാനുമായ ആ ശ്രീരാമൻ ദശാസ്യന് മുക്തി കൊടുത്തത് എങ്ങനെ എന്ന കഥയും കൂടി എനിക്ക് പറഞ്ഞു തരണം എന്ന് പാർവതി ദേവി ശിവനോട് പറയുകയാണ്. ആ ഭഗവാന്റെ കഥകൾ രാത്രിയും പകലും അല്ലെങ്കിൽ വേണ്ട ഏത് സമയത്ത് കേട്ടാലും നമുക്ക് മതി വരില്ല എന്നാണ് ദേവി പറയുന്നത്. സാധാരണ ഒരു അന്ധവിശ്വാസമുണ്ട്, ചില സമയത്ത് രാമായണം പഠിക്കാൻ പാടില്ല. അതൊന്ന് ഭഗവാനെ വിളിക്കുവാൻ സമയമൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. അത് പ്രത്യേകിച്ച് രാമനാമം ചെല്ലുവാൻ ഏതു നേരവും നമുക്ക് രാമനാമം ചെല്ലണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. രാത്രിയായാലും പകലായാലും ഏത് സമയത്ത് കേട്ടാലും മതി വരില്ല എന്നാണ് പാർവതി അവിടെ പറയുന്നത്. ഭക്തന്മാര് അല്ലെങ്കിൽ പാർവതി പറയാണ്, ഈ കഥകൾ കേൾക്കുകയാണെങ്കിൽ മുക്തി പോലും അവർ ആഗ്രഹിക്കില്ല എന്നുള്ളത്. അത്രയും ആ കഥാ രസം അത്രയും അമൃതമാണ് എന്നുള്ളതാണ്. അപ്പോൾ മന്ദഹസിച്ചുകൊണ്ട് ആ മഹേശ്വരൻ കഥ തുടരുകയാണ്. രാമൻ ദാശരഥി, ഭക്തപരായണൻ, അംഗജനാശവിനാശനൻ, മംഗളഗാത്രിയായി ജാനകി ദേവിയോടൊപ്പം ആ രക്തസിംഹാനത്തിൽ അനാകുലം വിരാജിതനായി ഭൂലോകം അലങ്കരിച്ച് വർത്തിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വളരെ മനോഹരമായ തേജസ്സോടുകൂടി ആ ശുദ്ധ സ്ഫടിക ശരീരത്തോടുകൂടിയ നാരദൻ അവിടെ എത്തി. പെട്ടെന്ന് വന്ന നാരദനെ കണ്ട ഭഗവാൻ രാമൻ പെട്ടെന്ന് അവിടെ നിന്നും സാദരം സംഭ്രമം ഉണ്ടായി അദ്ദേഹത്തിന് ഒന്ന് എഴുന്നേറ്റു. നാരദനെ നമ്മൾ പൊതുവെ കണക്കാക്കുന്നത് ഒരു കലഹശാലിയായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. നാരദന്റെ ആഗമനം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നല്ലതാണ് നടന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ പറയുന്നത് നാരദൻ കലഹപ്രിയൻ എന്നാണ്. ധ്രുവന്റെ കാര്യത്തിലാണെങ്കിലും പ്രഹ്ലാദന്റെ സമയത്താണെങ്കിലും എവിടെയെങ്കിലും നാരദൻ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നല്ലത് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ശ്രീരാമൻ സംഭ്രമം എഴുന്നേറ്റു എന്ന് പറയാം. ശ്രീരാമനും സംഭ്രമം കൈകൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം എന്നാണ്. ഒരു അതിഥി വരുമ്പോ നമുക്ക് സംഭ്രമം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അവര് നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം അവിടെ രാമചന്ദ്ര പ്രഭു അങ്ങനെ എഴുന്നേറ്റത്. പിന്നെ ഇവിടെ നാരദൻ വരുന്ന കാര്യം തന്നെ ആ ശ്രീരാമ വചനം, അതായത് ശ്രീരാമൻ ചെയ്തു കൊടുത്ത ആ വാക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നത്. നാരദനെ വളരെ വിനയപൂർവ്വം തന്നെ രാമചന്ദ്രൻ അവിടെ ആചമനാദികളോട് വരവേറ്റു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിഥി സംസ്കാരം എങ്ങനെയാണ്. ഒരു വീട്ടിലേക്ക് അതിഥി വരുമ്പോൾ അവരെ എങ്ങനെയാണ് സത്കരിക്കേണ്ടത്. നമ്മുടെ സനാതന ധർമ്മത്തില് അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ആ സംസ്കൃതി തന്നെ ഇവിടെയും കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ശ്രീരാമൻ നാരദനോട് പറയുകയാണ്, അങ്ങയുടെ ദിവ്യപാദം ഇവിടെ സ്പർശിച്ചതിനാൽ ഞാൻ ധന്യനായി. സാധുക്കളെ കാണാൻ കഴിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ദുർലഭമാണ്. അത് ലഭിക്കുകയാണെങ്കിലോ അത് വളരെ ശ്രേഷ്ഠമാണ്. ഇവിടെ ആ ബ്രാഹ്മണ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഭഗവത് സത്സംഗം ആയിട്ടുള്ള ആ ദർശനം കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്നുള്ളത് എടുത്തു കാണിക്കുകയാണ് ഇവിടെ ആ വരികളിലൂടെ എഴുത്തച്ഛൻ. ഇവിടെ രാമചന്ദ്ര പ്രഭുവിന്റെ എളിമയും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു അതിഥിയെ ഒരാള് സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് അറിയാമല്ലോ. ഭഗവാൻ ഉദ്ദേശം തന്നെ മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ്, ലൗകിക വിഷയങ്ങളിൽ മുഴുകിയ ഗൃഹസ്ഥൻ ആയ ശ്രീരാമൻ എങ്ങനെയാണ് ആ നാരദനെ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വന്ന അതിഥിയുടെ ആഗമന ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. രാമചന്ദ്രൻ ചോദിക്കുകയാണ്, അങ്ങ് വന്ന കാര്യം പറഞ്ഞാലും ഇപ്പോൾ വളരെ സാവധാനമാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എനിക്കറിയാം. അങ്ങയുടെ കാരുണ്യത്താൽ അത് ഞാൻ സാധിച്ച്
തീർച്ചയായിട്ടും അത് ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്തു തീർക്കും. അങ്ങനെ നാരദൻ ശ്രീരാമൻ നാരദനോട് പറയുകയാണ്, എനിക്കറിയാം കാര്യങ്ങൾ കുറച്ച് പതുക്കെയാണ് പോകുന്നത് എന്നുള്ളത്. ബിക്കോസ് സത്യം ഞാൻ മറന്നിട്ടില്ല എന്നുള്ളതാണ് ആ പറയുന്നതിന്, കാര്യങ്ങൾ പതുക്കെയാണ് പോകുന്നത് എന്ന് പറയുന്നതിന്റെ ആസാരം. ഇവിടെ വളരെ പറയേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായി എന്നാൽ ഗൗരവത്തോടു കൂടിയും ആണ് നമ്മൾ ആ സാഹചര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പറയേണ്ടത് എന്നുള്ള ഔചിത്യ ബോധം ഇവിടെ നാരദനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് നാരദൻ പറയുന്നത്? നാരദനും ഭക്തവത്സനും മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. അതാണ് അവിടെ ആ സരസമരുൾ ചെയ്തു എന്ന് പറയുന്നത്. വളരെ ഗാംഭീര്യമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് എങ്കിലും അതിനെ വളരെ നല്ല ഒരു ചിരിച്ച മുഖത്തോടു കൂടി നമ്മുടെ എന്താണ് പ്രശ്നമെന്ന്, അല്ലാതെ നമ്മൾ ചെന്ന് ഉടനെ നമ്മുടെ കാര്യം സാധിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ എടുത്ത് ചാടുകയല്ല. അവർക്കറിയാം എന്തെങ്കിലും സന്ദർഭം കൊണ്ടായിരിക്കാം അത് ചെയ്യാത്തത്. ഇതൊക്കെ റീഡ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളതാണ്. നമുക്ക് ഈ രാമായണ കാലത്ത് വായിച്ചു പോകുമ്പോൾ നമ്മളിൽ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഇതിൽ നിന്ന് നമുക്ക് ആ വരികളിലൂടെ നമ്മൾക്ക് എടുക്കാൻ സാധിക്കണം. അദ്ദേഹം നാരദൻ പറയാണ്, ഹേ പ്രഭു, എന്നെ മോഹപ്പെടുത്തുവാനായി ആ ലൗകികമായി ജീവിക്കുന്ന ഒരാൾ പോലെ എന്തുകൊണ്ടാണ് അങ്ങ് പറയുന്നത്? കാരണം പറഞ്ഞല്ലോ, ഞാൻ ഗൃഹസ്ഥനായിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഗൃഹസ്ഥനെ പോലെയാണ് ആതിഥ്യം സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ പറയാണ്, അങ്ങ് ഗൃഹസ്ഥനാണ് എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഈ സർവ ജഗത്തിനും കാരണഭൂതനായ അങ്ങാണ് പിതാവ്. മായാ ഭഗവതി ആ സർവ ജനനീയമാണ്, എല്ലാവരുടെയും ജനനീയമാണ്. അപ്പോ അങ്ങ് ഒരു ഗൃഹനാഥൻ തന്നെയാണ്. ഈ 7 ലോകങ്ങൾക്കും അങ്ങ് ഗൃഹനാഥനാണ്. അതിനാൽ അങ്ങ് ഗൃഹസ്ഥൻ എന്ന് പറയുന്നതിൽ ശരിയായ കാരണമുണ്ട്. പിന്നെ അങ്ങയുടെ സാന്നിധ്യത്തിലാണ്, പിന്നെ അവിടുന്ന് താത്വികമായിട്ടാണ് പിന്നെ നാരദൻ പറഞ്ഞു പോകുന്നത്. ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് ഭഗവാൻ ആരാണ്, ഭഗവാന്റെ താത്വിക ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആ നാരദന്റെ വരികളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങ് 7 ലോകത്തിനും ഗൃഹനാഥനാണ്. അതിനാൽ അങ്ങ് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. മാത്രമല്ല അങ്ങയുടെ സാന്നിധ്യത്താലാണ് മായയിൽ നിന്ന് സർവചരാചരങ്ങളും ഉണ്ടാവുന്നത്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ഒന്നൊഴിയാതെ അങ്ങയുടെ സന്തതിയാണ്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബങ്ങളും എന്ന് വള്ളത്തോൾ പറയുന്നത് ഇവിടെ അർത്ഥവത്തായിട്ട് നാരദൻ പറയുകയാണ്. ഈ ഭൂമി എല്ലാവർക്കും സ്വന്തമാണ്. അതാണ് നമുക്കിതിൽ നിന്ന്, ആ വരികളിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത്. ഈ ഭൂമി എല്ലാവർക്കും സ്വന്തമാണ്. ഭൂമിയിൽ മനുഷ്യരെ പോലെ മറ്റു ജീവികൾക്കും 84 ലക്ഷം ജീവികൾക്കും ഒരേ അവകാശമാണ് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ വസുദൈവ കുടുംബകം എന്നുള്ള ആ തത്വത്തിൽ തന്നെ ജീവിക്കണം. അപ്പോൾ നമ്മൾ മരങ്ങളെയാണെങ്കിലും മറ്റു മൃഗങ്ങളെയാണെങ്കിലും അവരുടെ സംരക്ഷണത്തെയും കൂടി നമ്മൾ ചേർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഭൂമിയെ സംരക്ഷിക്കുക, മലകളെ സംരക്ഷിക്കുക, നദികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം എല്ലാം ഭഗവാന്റെ ആ മായാവൈഭവത്തിൽ നിന്ന് വന്നതാണ്, ഭഗവാൻ തന്നതാണ് നമുക്ക്. അപ്പൊ അതിനെ നമുക്ക് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കടമയാണ്. ഇതെല്ലാം ഭഗവാന്റെ അപത്യമാണ് ഈ സംസാരത്തിലെല്ലാം. അതിനാൽ നാരദൻ പറയുകയാണ്, സംസാരി അങ്ങ് തന്നെയാണ്. ശരിക്കും നമ്മളെക്കാട്ടിലും സംസാരി എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഒരു കുടുംബമേ ഉള്ളൂ, ഭഗവാന് ധാരാളം കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് സംസാരി എന്ന് പറയുന്നു. പിന്നെ ശുക്ലരക്താസിത എന്ന ആ വെളുത്ത ചുവന്ന കറുപ്പ് വർണ്ണങ്ങൾ സത്വരജ തമോ ഗുണങ്ങൾക്ക് ചേർന്നതാണ് ആ മഹാമായ. ആ മഹാമായയെ പറ്റി പറയുകയാണ്. ഈ സത്വരജോ തമോ ഗുണങ്ങൾ ചേർന്നതാണ് മഹാമായ. സ്ത്രീ എന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കതറിയാം. അല്ലെങ്കിൽ അതായത് സത്വ തമസ് രജോ ഗുണങ്ങൾ ചേർന്നത് സ്ത്രീ. അതുകൊണ്ട് തന്നെ സ്ത്രീ മഹാമായയെ ഒരു സ്ത്രീ ആയിട്ടാണ് അവിടെ പറയുന്നത്. ഈ മഹാമായ ജീവജാലങ്ങളെ ജനിപ്പിക്കുന്നു. 3 ലോകങ്ങളും അങ്ങയുടെ ആ ദേഹമാണ്.
എന്ന് ആ ഭഗവാനെ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സ്തുതികളിലൂടെ. അത് മാത്രമല്ല പറയുക, നാരദൻ തുടരുകയാണ്, നാരായണൻ നീ ലക്ഷ്മി ദേവി ജാനകി, പരമേശ്വരൻ നീ ഉമാദേവി ജാനകി, പഞ്ചസംഭവൻ നീ ഭാരതീ ദേവി ജാനകി. അങ്ങനെ ആ ത്രിമൂർത്തികളുടെ എല്ലാം ഭഗവാനിൽ ശ്രീരാമനിൽ കാണുകയാണ്. അത് മാത്രമല്ല അഷ്ടദിക്കുകളായ ആ ആദിത്യൻ നീ പ്രഭാദേവി ജാനകി, ചന്ദ്രൻ നീ രോഹിണി ജാനകി, പിന്നെ അതൊരു അഷ്ടദിക്കുകളല്ല, അഷ്ടദിക്കുകൾ പിന്നെ വരുന്നത്. ഇന്ദ്രൻ നീ ശചിദേവി ജാനകി, അഗ്നിദേവൻ നീ സ്വാഹ ദേവി ജാനകി, അർക്കജൻ നീ ദണ്ഡനീതി ദേവി ജാനകി, അതായത് അർക്കജൻ എന്ന് പറഞ്ഞാൽ യമദേവൻ, രക്ഷോവരൻ നീ താമസി ദേവി ജാനകി. അവിടെ രക്ഷോവരൻ എന്നുള്ളത് നിർയതി എന്നുള്ള രാക്ഷസനാണ്. അഷ്ടദിക്കുകളിൽ ഒരു രാക്ഷസനാണ് അത്. ആ തെക്ക് പടിഞ്ഞാറേ മൂലയുടെ അധിപതിയാണ് ഈ നിർയതി എന്ന് പറയുന്നത്. വരുണൻ നീ ഭാർഗവി ദേവി ജാനകി, കുബേരൻ നീ സനത്ഖരി ദേവി ഭാർഗവി ജാനകി, പിന്നെ രാജരാജൻ അതായത് ചക്രവർത്തി നീ വസുന്ധര ഭൂമി ജാനകി, പിന്നെ കുബേരൻ നീ സമ്പത്കരി ജാനകി, രുദ്രൻ നീ രുദ്രാണി ജാനകി, അങ്ങനെ സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി. അങ്ങനെ എന്തിനാണ് കൂടുതൽ പറയുന്നത്? എന്തെല്ലാം പുരുഷവാചകമുണ്ടോ അതെല്ലാം ആ ശ്രീരാമചന്ദ്രൻ വേദ്യനായ ആ സദ്ഗുണനായ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. പിന്നെ ശ്രീലിംഗവാചകം എല്ലാം യാതൊന്നു അത് ശ്രീ ദേവി ജാനകി തന്നെയാണ്. അങ്ങനെ ശ്രീരാമനെയും സീതാദേവിയെയും എല്ലാ മാതൃക ദമ്പതികളായിട്ടാണ് ഇവിടെ നാരദൻ കാണുന്നത്. ഇവിടെ ഏതെല്ലാം മാതൃകാ ദമ്പതികളാണോ അവരെ എല്ലാവരും നമുക്കറിയാം. ഉമാമഹേശ്വരൻ ആ മാതൃകാ ദമ്പതികളായിട്ടാണ് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെയും, അത് മാത്രമല്ല ഇവർ ഇരുവരും അല്ലാതെ വേറെ ആരുമില്ല, വേറെ ഒന്നിനെയും ഞാൻ കാണുന്നില്ല ഈ ഭൂമിയിൽ എന്നാണ് നാരദൻ പറയുന്നത്. അതായത് ഈശാവാസ്യം ഇതം സർവം എന്ന ഉപനിഷത്ത് വാക്യമാണ് ഇതില് സമർത്ഥിക്കുന്നത്. പ്രകൃതിയും പുരുഷനും തന്നെയാണ് സീതയും രാമനും. അങ്ങനെ എല്ലാത്തിനെയും രാമനായും സീതയായുമാണ് നാരദൻ കാണുന്നത്. പിന്നെ എന്തിനാണ് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അയോധ്യയിലേക്ക് വന്നത് രാമനെ കാണാൻ എന്നുള്ളതാണെങ്കിൽ ആ ചോദ്യത്തിനാണ് പറയുന്നത്, അങ്ങനെയുള്ളൊരു നിന്നെ തിരിച്ചറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപദേ. പക്ഷേ ഇതെല്ലാം ഇവിടെ കാണുന്നതെല്ലാം ശ്രീരാമനും സീതാദേവിയും ആണെങ്കിലും അത് തിരിച്ചറിയാനുള്ള കഴിവ് വേണമല്ലോ, അതില്ലല്ലോ. അതെന്താണ് അങ്ങനെ കഴിയാത്തത്? ഭഗവാനെ അറിയാൻ കഴിയാത്തത് ആ മായയിലാണ്. മായയാൽ മൂടപ്പെട്ടവനാണ് നീ. ആ മായയിൽ നിന്നും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താത്വികമായിട്ട് പറയുന്നു. അപ്പൊ മായ കാരണമാണ് നമുക്ക് ആ ഭഗവാന് എല്ലാ സ്ഥലത്തും ഭഗവാനുണ്ട്, ശ്രീരാമനുണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിലും അത് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ആ മായ കൊണ്ടാണ്. നമ്മൾ കാണുന്നില്ല, എല്ലാവരിലും ആ ഭഗവാനുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞാലും കേട്ടാലും എത്ര പ്രാവശ്യം കേട്ടാലും പിന്നെയും അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കാരണം ആ മായ കൊണ്ട് തന്നെയാണ്. ആ മായയിൽ നിന്നാണ് മഹത്വത്വം ഉണ്ടാകുന്നത്. പിന്നീട് സൂത്രവും അതിനുശേഷം ലിംഗത്തിൽ നിന്ന് അഹങ്കാരബുദ്ധിയും പിന്നീട് പഞ്ചപ്രാണങ്ങളായ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിവയും പിന്നീട് ആ പഞ്ചേന്ദ്രിയ ജാലങ്ങളും ജനനം, മരണം, സുഖദുഃഖാദികളും അനുഭവിക്കുന്ന ജീവനും ഉണ്ടാകുന്നു. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന ഉപാധിത്രയങ്ങളും അതിൽ ഉണ്ട്. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണശരീരം ഇവയാൽ വളരെ വിശിഷ്ടമായതാണ് ഈ ജീവൻ. ഇവയിൽ നിന്നെല്ലാം വിമുക്തനായ ആളാണ് ശ്രീരാമൻ. ആ ന്യൂനതയൊന്നുമില്ലാത്ത ആളാണ് ഭഗവാൻ. ഇപ്പൊ ഇതെല്ലാം ജീവനുണ്ട്. ഈ എന്താണ് സൂക്ഷ്മ ശരീരം, കാരണശരീരം, സ്ഥൂല ശരീരം എന്നുള്ളതൊക്കെ നമുക്കുണ്ട്. പക്ഷെ ആ ഭഗവാന് ഇല്ല എന്നുള്ളത്. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായിട്ടാണ് അങ്ങ് നിൽക്കുന്നത് ഭഗവാനെ. എല്ലാറ്റിനും മുകളിലായി സർവസാക്ഷിയായിട്ട്, തേജോമയനായിട്ട്, പരനായിട്ട്, പരമാത്മാവായിട്ടാണ് അങ്ങ് നിൽക്കുന്നത്.
ആ നിന്നിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം അങ്ങയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അങ്ങയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അങ്ങയാത് അതെല്ലാം അങ്ങയുടെ ഒരു കളി മാത്രമാണ്. ഇവിടെ ആ സൃഷ്ടിയെ പറ്റി ചുരുക്കത്തിൽ നാരദൻ ഒന്ന് പറയുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഇരുട്ടിൽ കയറിനെ പാമ്പ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്? പിന്നെ നമുക്കത് എപ്പോഴാണ് മനസ്സിലാവുന്നത്? വെളിച്ചം വരുമ്പോഴാണ് അത് കയറാണ്, പാമ്പല്ല എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശരീരത്തെ ഞാൻ എന്ന് കരുതുന്നു, പക്ഷെ ആത്മാവിനെ തിരിച്ചറിയുന്നില്ല. അപ്പൊ ജ്ഞാനമാകുന്ന ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയും. ആ വെളിച്ചം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഭയം എന്നുള്ളത് വരുന്നത്. ആ പ്രകാശം, ജ്ഞാനം എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് ഭയം എന്ന് വരുന്നത്. ഭയം അജ്ഞാനത്താലാണ് ഉണ്ടാവുന്നത്. ഭയവും ഭക്തിയും ഒരിക്കലും കൂടെ നിൽക്കുന്നില്ല. സാധാരണ ആചാര്യന്മാർ പറയാറുണ്ട്, ഈ ഭക്തിയുടെ അളവുകോലാണ് ഭയം. നിങ്ങൾക്ക് ഭയം തീരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നല്ലോണം ഭക്തി വന്നിട്ടുണ്ടെന്ന്. ഒന്നിലും ഒരു ഭയമില്ല. കാരണം അറിയാം നമുക്ക് ആ ഭഗവാൻ രക്ഷിച്ചോളും എന്നുള്ളത്. സുദർശന ചക്രം തന്റെ നേരെ വരുമ്പോൾ അംബരീക്ഷൻ അവിടെ നിന്നും ഒരു തരി പോലും ഇളകിയില്ല. അവിടെ അത്രയും ഭക്തിയാണ്. പ്രഹ്ലാദന്റെ അങ്ങനെ തന്നെയല്ലേ? പ്രഹ്ലാദനെ എത്രയൊക്കെ ഉപദ്രവിച്ചാലും അദ്ദേഹത്തിന് ഭയം എന്നുള്ളതില്ല. അത് ആ ഭക്തിയുടെ ഉന്നതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഭയവും ഭക്തിയും ഒരുമിച്ചുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഭക്തിയുടെ അളവുകോലാണ് നമ്മുടെ ആ ഭയം. ഇവിടെ ആ ഭയം നീങ്ങണമെന്നുണ്ടെങ്കിൽ ആ ജ്ഞാനം വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അഹം ബ്രഹ്മാസ്മി എന്നറിയുമ്പോൾ തീരും ആ ഭവഭയ മൃത്യു ദുഃഖാദികൾ. ഇതാണ് അത് ജ്ഞാനത്താൽ മാത്രമാണ് സാധിക്കുന്നത്. ഇനിയിപ്പൊ എങ്ങനെ ആ ജ്ഞാനം കിട്ടും? എങ്ങനെ ആ ഭക്തി? അത് ഭക്തി വന്നാൽ ആ ജ്ഞാനം വരും. പക്ഷെ അതെങ്ങനെ കിട്ടും? ഈ ഭക്തി എങ്ങനെ ഉണ്ടാവുമെന്നാണെങ്കിൽ നാരദൻ ചുരുക്കി പറയുകയാണ്, തൻ കഥാനാമശ്രവണാദി കൊണ്ട് ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ആ ഭഗവാന്റെ കഥാശ്രവണത്താലും നാമോച്ചാരണത്താലും ആ ഉള്ളിൽ ഭക്തി വരും. അങ്ങനെ ആ തവപാദ പങ്കജത്തിൽ ആ ഒരു രുചി ഉണ്ടാകും. ആ രുചി വന്നു കഴിഞ്ഞാൽ, ആ വളർന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനവും ആത്മതത്വവും ഉള്ളിൽ ഉദിക്കും. അത് മുക്തി ഉണ്ടാകാൻ സഹായിക്കും. അങ്ങനെ ഇതിൽ കൂടെ, ഈ സ്തുതിയിൽ കൂടെ ആ നാരദൻ നമുക്ക് മുക്തിക്കുള്ള ഒരു വഴിയും കൂടി പറഞ്ഞു തരികയാണ്. നവവിധ ഭക്തിയില് പ്രധാനം ശ്രവണമാണല്ലോ. നമുക്കറിയാം ആ ശ്രവണം, സ്മരണം, കീർത്തനം എന്ന് പ്രഹ്ലാദൻ പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസത്തില് ഭഗവാനെ പറ്റി കേൾക്കുക എന്നുള്ളത് തന്നെ വളരെ ഒരു ഉന്നതമായ കാര്യമാണ്. അത് മാത്രമല്ല ഭഗവാനോട് നാരദൻ പറയുകയാണ്, അല്പനായ അങ്ങയുടെ ആ ഭക്തന്റെ ഭൃത്യരുടെ ഭൃത്യന്മാരിൽ ഒരാളായി എന്നെ കണക്കാക്കണേ ഭഗവാനെ. ഈ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ആ ഉത്തമ ഭക്തനായ ആ വൃത്രാസുരനും ആഗ്രഹിക്കുന്നത്. അതായത് ആ എളിമ, ഭക്തൻ എത്രത്തോളം ഭക്തി കൂടുന്നുണ്ടോ അത്രത്തോളം നമ്മൾ താഴും. അല്ലാതെ ഞാൻ വലിയ ഭക്തനാണ് എന്ന് പറഞ്ഞ് നടക്കില്ല ഒരാളും. അപ്പോ അതിനർത്ഥം ഭക്തി എന്നുള്ളത് അവിടെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ നാരദൻ പറയുകയാണ്, ഭഗവാനെ അങ്ങയുടെ ഭക്തന്റെ ഭൃത്യന്മാരുടെ ഭൃത്യനായിട്ട് എന്നെ കണക്കാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഭക്തന്മാർ എല്ലായ്പ്പോഴും അവരുടെ ആ എളിമ സ്വഭാവമാണ് കാണിക്കുക. നാരദൻ അഭ്യർത്ഥിക്കുകയാണ്, അങ്ങയുടെ ആ മായയാൽ എന്നെ മോഹിപ്പിക്കരുതേ ഭഗവാനെ എന്ന്. കുന്തിസ്തുതിയിലും നമുക്ക് ഇത് തന്നെ കേൾക്കാം, ആ മായ എന്നെ മോഹിപ്പിക്കരുതേ എന്ന്. പിന്നെ വീണ്ടും നാരദൻ തുടരുന്നു, ഞാൻ അങ്ങയുടെ പൗത്രനും ഭക്തനുമാണ്, അതുകൊണ്ട് എന്നെ ഈ മായയിൽ നിന്ന് മുക്തനാക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത്രയും ശ്ലോകം കൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാന്റെ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ഭഗവാൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തുകയും മോക്ഷത്തിന് എത്രത്തോളം ഇത് സഹായിക്കും എന്ന്, എങ്ങനെയാണ് മോക്ഷം വരിക്കുക എന്നും ഇവിടെ പറഞ്ഞു തരുന്നു. അതിനുശേഷം വന്ന കാര്യം പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന കാരണം ആ ബ്രഹ്മദേവന്റെ ആജ്ഞ അനുസരിച്ചാണ്. അങ്ങ് രാവണവധം ചെയ്ത് ലോകരെ രക്ഷിപ്പിക്കാനായിട്ടാണല്ലോ, ലോകരെ രക്ഷിക്കാനായിട്ടാണല്ലോ ഈ ദാശരഥി പുത്രനായിട്ട് വന്നിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഓർമ്മപ്പെടുത്താനാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ, ആ ദശരഥ മഹാരാജാവ് അങ്ങയെ യുവരാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് പിതാവിന്റെ വാക്ക് പാലിച്ച് ആ യുവരാജാവായി തീർന്നാൽ പിന്നെ
ഈ ദശമുഖവധം എങ്ങനെ നടക്കും എന്നാണ് സംശയം. പിതാവിന്റെ സംശയം അതാണ്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അങ്ങയോട് പറയാൻ, സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്ന്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഓരോ ധർമ്മം അനുസരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, ആ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുവാൻ ശ്രമിക്കുക. മർത്യജന്മം എന്നുള്ളത് തന്നെ വളരെ ദുർലഭമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റവും അധികം ഉപയോഗിക്കേണ്ടത് തന്നെ എന്താണ്, ഭഗവാനെ എത്രയും വേഗം നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയും എന്നുള്ള, ആ മോക്ഷത്തിലേക്ക് എത്താൻ കഴിയും എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം. നമ്മളും അത് മറന്നുപോകും, മനുഷ്യരാണല്ലോ, അപ്പൊ മറന്നുപോകും. അപ്പോ അതിനെ ഓർമ്മിപ്പിക്കാൻ നാരദനെമാരി നമുക്ക് ആരെങ്കിലും വരണം. ഈ സത്സംഗങ്ങളെല്ലാം അതിനെ നമുക്ക് ഒരു ഓർമ്മ പുതുക്കലായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ആ കാരണം തന്നെയാണ് ഇവിടെ നാരദൻ വരാനും കാരണം. ഭഗവാൻ മത്സ്യശിക്ഷണാർത്ഥമാണ് അവതരിച്ചതാണല്ലോ. അപ്പോ സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. അങ്ങ് ആ മനുഷ്യജന്മം എടുത്തത് കൊണ്ട് മറന്നാലോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ അതിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇവിടെ പിതാവിന്റെ ആജ്ഞയാൽ ഇവിടെ ഞാൻ വന്നത്. അങ്ങനെ നാരദൻ പറഞ്ഞത് കേട്ടോ ശ്രീരാമൻ പറയുകയാണ്, ഞാൻ സത്യലംഘനം ചെയ്യില്ല. രാമൻ നമുക്കറിയാം മര്യാദാ പുരുഷനാണല്ലോ. അതിനാൽ രാമൻ പറയുകയാണ്, അങ്ങ് ദുഃഖിക്കണ്ട, കാലതാമസം നേരിടുന്നത് കാലാവലോകനം കാര്യസിദ്രം നൃണാം. കാരണം ആ കാലത്തിന്റെ പിടിയിലാണ് എല്ലാം. ഏതാത് സമയത്ത് ഏതാത് നടക്കണം, അത് ആ കാലത്തിനനുസരിച്ചേ നടക്കുകയുള്ളൂ. നമ്മൾ എത്ര വിചാരിച്ചാലും ആ കാലത്തിന്റെ നമ്മളുടെ പരിശ്രമം മാത്രം പോരാ. അവിടെ ആ കാലം കൂടിയും അതിന് വേണം. അപ്പൊ അവിടെ ശരിയായ കാലത്തിൽ നടക്കേണ്ടത് നടക്കും. ആ കാലസ്വരൂപനാണ് പരമേശ്വരൻ. അതുകൊണ്ട് ആ കാരണഭൂതനായ കാലസ്വരൂപന്റെ ഇംഗിതത്താൽ എല്ലാം നടക്കും. പുരുഷപ്രയത്നം കൊണ്ട് മാത്രം സാധ്യമല്ല. രാമചന്ദ്രൻ പറയാണ്, ഞാൻ നാളെ തന്നെ ആ വനത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ 14 വർഷം അവിടെ ഞാൻ മുനിവേഷം ധരിച്ച് വസിക്കും. അവിടെ ആ രാക്ഷസകുലത്തെ നശിപ്പിച്ച് ആ ദശാനനെയും വധിക്കും. അതിന് സീത ഒരു കാരണഭൂതിയായിത്തീരും. ഇത് സത്യമായി നടക്കും എന്ന് രാമൻ പറയുകയാണ്. അപ്പൊ ഇവിടെ ഇനിയൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആ കാലസ്വരൂപനാണ്. അപ്പൊ നമ്മൾ എന്തു ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അറിയണം, അത് ആ കാലത്തിന്റെ പോക്കിൽ വരികയാണ്. അത് ഇന്ന് സുഖം വന്നാൽ നാളെ അത് ദുഃഖമായി മാറും. ദുഃഖം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും സുഖത്തിലേക്ക് വരും. ആ കാലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൂടുതലായി നമ്മൾ ദുഃഖിക്കുകയോ കൂടുതലായി സന്തോഷിക്കുകയോ വേണ്ട. ആ കാലത്തിനനുസരിച്ച് കാലത്തിന്റെ ഇത് കുറേ ഭാഗവതത്തിൽ കുറേ ഇടത്തില് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാലമാണ്, വാമനാവതാരത്തിൽ പറയുന്നുണ്ട്, ഇപ്പോ അസുരന്മാർക്കാണ് കാലം, അപ്പൊ നിങ്ങൾ കുറച്ച് ക്ഷമിച്ചിരിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് അവിടെ. അപ്പൊ കാലം അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വളരെ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ രാമചന്ദ്രൻ പറഞ്ഞത് കേട്ട് നാരദന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അവിടെ നിന്നും ദേവലോകത്തേക്ക് ഗമിച്ചു. ഈ നാരദ സംവാദം ഭക്തി പുരസ്കരം പഠിക്കുന്ന, കേൾക്കുന്ന, ഓർക്കുന്ന എല്ലാവർക്കും മുക്തി ലഭിക്കും എന്നാണ് ഇതിന്റെ ഫലശ്രുതി പറയുന്നത്. ഈ ഈ സ്തുതിയിൽ നമുക്ക് ആ ഭഗവാന്റെ താത്വികമായ ഭാഗവും വിഭൂതികളെ പറ്റിയും പറഞ്ഞു തരുന്നു. മോക്ഷം എങ്ങനെ ലഭിക്കുമെന്നും പറഞ്ഞു തരുന്നു. ഇത്രയും പറഞ്ഞ് ഈ ഇന്നത്തെ ഈ അവതരണം ഞാൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാ ഗുരുക്കന്മാരുടെയും പാദത്തിൽ സമർപ്പിക്കുന്നു. ഹരിയോം ഹരിയോം സർ. കയേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരിയോം. ഇത്രയും സമയം വളരെയധികം അറിവുകൾ പ്രദാനം ചെയ്ത വളരെ നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീമതി പാർവതി നാരായണ സ്വാമിക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സന്തോഷവും അറിയിക്കുന്നു. മൈച്ചേട്ടാ. സായിരാം. ആദ്യമായിട്ട് പാർവതി നാരായണ സ്വാമിയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഇന്നത്തെ വിഷയം നാരദരാഘവസംവാദം. ബ്രഹ്മദേവൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാരദരെ
ശ്രീരാമേന്ദ്ര സ്വാമികളുടെ അടുത്തേക്ക് അയച്ചത്. അവതാര ദൗത്യം മറക്കരുത് എന്നുള്ളത്. അതിന് ആ വിവരം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വിധിയാവണ്ണം അവിടെ ചെല്ലുകയും രാമസന്നിധിയിൽ ചെല്ലുകയും ദൗത്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. രാമൻ പറഞ്ഞു, വിധിനന്ദന, ബ്രഹ്മദേവനോട് പറയൂ, എനിക്ക് വിസ്മൃതിയൊന്നുമില്ലെന്ന്. എൻ്റെ അവതാരോദ്ദേശം എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. ഞാൻ നാളെ തന്നെ ശിരയുമരവിച്ച് പോവുകയാണ്. ആ കഥാംശം ഇത്രയേ ഉള്ളൂ. പക്ഷേ പാർവതീനാരായണ സ്വാമി വളരെ വിശദമായിട്ട് അനുബന്ധ കഥകളും ഭാഗവതവും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഭക്തിമഹത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി, നമസ്കാരം. വളരെ നല്ല പ്രഭാഷണം മിസ്സസ് പാർവതി നാരായൺ സ്വാമി. വെരി നൈസ്, എക്സലന്റ് ഇറ്റ് വാസ്. നമ്മുടെ നാളത്തെ കുട്ടികളുടെ പ്രോഗ്രാമിൽ അനന്യ ശിവകുമാറാണ് രാമായണ കഥ തുടർന്ന് അവതരിപ്പിക്കുന്നത്. മുത്തുകുമാർ, ശരവണൻ എന്ന 2 കുട്ടികൾ ഏകശ്ലോകി രാമായണം അവതരിപ്പിക്കും. പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥിനിയായ ശ്രീമതി ഉഷാകുമാരി KS ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തെ ആസ്പദമാക്കി നാളെ പ്രഭാഷണം നടത്തുന്നതാണ്. എല്ലാവരും നേരത്തെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. വലിയവരുടെ പാദങ്ങളിൽ നമ്മുടെ നമസ്കാരം സമർപ്പിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ രാമായണ മാസത്തിൽ മാത്രമല്ല, തുടർച്ചയായിട്ടും ഇതുപോലെ പല പരിപാടികളുമായിട്ട് സ്വാമിയാർ മഠത്തിന്റെ കൂടെ എല്ലാവരും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. സായിരാം സാർ. സായിരാം മക്കളെ. വളരെ മനോഹരമായിരിക്കുന്നു പാർവതി. സായിരാം. സാന്നിക്കുട്ടി